ടു ട്വിൻസ്റ്റേഴ്സ്. നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പിള്ളേരൊക്കെ ആയിട്ട് ഭയങ്കര കളിത്തിരക്കിലാണ് ഞങ്ങൾ. ഇപ്പം ഈ കട്ടിൽമ തന്നെയാണ് മിക്കവാറും സമയം നാലെണ്ണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോകും. കാരണം നമ്മൾ ഭയങ്കര സേഫാണ് ഇവിടെ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അച്ഛൻ്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ്. അവരുടെ 39ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ അത് പ്രമാണിച്ച് നമ്മൾ വിചാരിച്ചു അച്ഛന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമാണ് ഒരു സ്ഥലം വരെ പോകാൻ. അച്ഛന് ഏറ്റവും കണ്ടിട്ടില്ലാത്തതും അച്ഛന് പോകാൻ ആഗ്രഹമുള്ള ഒരു സ്ഥലം ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ആ സ്ഥലത്തേക്ക്. അപ്പോൾ ഇന്ന് കൊണ്ടുപോകാൻ വിചാരിച്ചു. വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഇന്ന് തന്നെ അച്ഛനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വിചാരിച്ചു. പിറന്നാളിൽ അത് കൊണ്ടുപോകാൻ വിചാരിച്ചാണ്, പക്ഷെ നടന്നില്ല. അപ്പം ഇന്ന് അച്ഛനും അമ്മേനെ ഹാപ്പി ആക്കാം എന്ന് ഉദ്ദേശമാണ്. അപ്പോൾ വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് നമ്മുടെ സർപ്രൈസ് വിസിറ്റ് ടു നിരൂരാണ് എവിടേക്കാണുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. എവിടേക്കാണ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അച്ഛനമ്മക്ക് അമ്പലത്തിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ ഈ ഒരു സാധനത്തിന്റെ ഡീറ്റെയിൽസ് എനിക്ക് കാണിച്ചു കേട്ടോ. ഇത് അടിപൊളി പ്രൊഡക്റ്റ് ആണ്. ഇത് ലവ് ലാപ്പിൻ്റെ മറ്റേ ബെഡ് റെയിലാണ് കേട്ടോ. അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾ കട്ടിൽമെന്നൊക്കെ വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സൈഡിൽ വെക്കുന്ന ഒരു പ്രൊട്ടക്ഷനായിട്ട് വെക്കുന്ന ഒരു സാധനമാണ്. ഭയങ്കര യൂസ്ഫുള്ളാണ്. അറിയിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾക്കറിയാം നമ്മുടെ 3 കുഞ്ഞുങ്ങളുണ്ട്. അവർ സേഫായിട്ടിരിക്കുന്ന ഒരു പ്ലേസാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കംഫർട്ടാണ്. എങ്ങനെയാണെങ്കിലും അവർ ഇതിൻ്റെ ഉള്ളിൽ ചാടില്ല. ഇതിൻ്റെ ഉള്ളിൽ വീട്ടിലേക്ക് എടുത്ത് ഉറക്കാനൊക്കെ സുഖമാണ്. അതായത് ഭയങ്കര പെട്ടെന്നൊന്നും കീറാത്ത രീതിയിലുള്ള നെറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇതിലൊരു സെപ്പറേറ്റ് ഒരു പൗച്ചുണ്ട്. അവർക്ക് കളിപ്പാട്ടങ്ങൾ അവരുടെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ പറ്റുന്ന പൗച്ചുണ്ട്. പിന്നെ ക്യൂട്ടായിട്ടുള്ള കുറേ പിക്ചേഴ്സും ഉണ്ട്. ആ നെറ്റുമ്മിൽ കുറേ ക്യൂട്ടായിട്ടുള്ള പിക്ചേഴ്സ് ഉണ്ട്. അവർ എത്ര കിടന്ന് കളിച്ചിട്ടുണ്ടെങ്കിലും അതിന് വീഴുന്നുള്ളൊരു ഇത് വേണ്ട. അടിപൊളി പ്രൊഡക്റ്റാണ്. അല്ലെങ്കിൽ ഞാൻ താഴെ കൊടുക്കാട്ടോ. അതെന്തായാലും ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പോൾ അതേ അച്ഛനും അമ്മയും കൂടെ രാവിലെ തന്നെ അമ്പലത്തിൽ പോകാൻ നിൽക്കുകയാണ്. എന്നോട് അങ്ങനെ പതിവില്ലാണ്ട് അമ്മ പറഞ്ഞു മക്കളെ അമ്മയുടെ അച്ഛൻ്റെ ഒരു ഫോട്ടോ എടുത്തുതരാൻ പറഞ്ഞു. ആ പറഞ്ഞത് കേട്ടുപരി നമ്മൾ വേഗം പോയിട്ട് ഫോട്ടോ എടുത്ത് കൊടുത്തു കേട്ടോ. പിന്നെ എന്താ അവർ അങ്ങനെ ഫോട്ടോ ഒന്നും എടുക്കാറില്ല. അപ്പോൾ ഞങ്ങൾ എടുക്കാറുള്ളൂ. അപ്പോൾ ഒരു അടിപൊളി ഫോട്ടോ കിട്ടി. വെഡിങ് ആനിവേഴ്സറി ആയിട്ട് കണ്ട് നല്ല രസമല്ലേ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫോട്ടോസ് കിട്ടി. നമ്മുടെ കുടുംബക്ഷേത്രത്തേക്കാണ് പോണത്. അപ്പോൾ അതിന് അച്ഛനും അമ്മയൊക്കെ പോയി വന്നപ്പോഴത്തേനും ഞങ്ങൾ റെഡിയായി. നമ്മുടെ വണ്ടി സ്ലാൻഡിങ് വണ്ടി എത്തിയിട്ടുണ്ട്. അച്ഛൻ കാണുന്നുണ്ടോ? അപ്പൊ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട് ഗൈസ് പോകാൻ വേണ്ടിട്ട്. അല്ലു റെഡി എന്ന് പറ. റെഡി ഇയാളെ ഔട്ട്ഫിറ്റ് നോക്കട്ടെ. കാണിച്ചെന്ന് ചെരുപ്പ് നീ വെച്ചോ. എന്താ ഇത്? എന്താ കാണിച്ചത്? യെസ് അമ്പലത്തിൽ തിരക്കുണ്ടായിരുന്നാ? Yes, our trip is started. Yes guys, ഞങ്ങൾ ഭയങ്കര ത്രില്ലാണ്. ഇതെന്താ അറിയാൻ ചിലപ്പോ ഇതോടുകൂടി നമ്മൾ ട്രിപ്പിലൊക്കെ അവസാനിപ്പിക്കും. പിള്ളേരുടെ ഒരു മൂഡ് എങ്ങനെയുണ്ട് നമുക്കറിയാം എങ്ങനെയാന്നുള്ളത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോ കുറെ നാളെ ഫാമിലി ആയിട്ട് എങ്ങോട്ടെങ്കിലും പോയിട്ട് ഡാഡി ഹാപ്പി കുറെ നാളുകളുടെ ആഗ്രഹം സഫലീകരിക്കാൻ പോവാണ് അല്ലേ? എത്രാമത്തെ വെഡിങ് ആനിവേഴ്സറി ഗൈസ് നിങ്ങളുടെ? 30. ഇവരെത്ര വയസ്സ്? 37 ആവണ്. 39ാമത്തെ വെഡിങ് ആനിവേഴ്സറി അല്ലേ? അതിന്റെ പോലക്കടി കിടിക്കണാവിനെ പൊന്നാ അങ്ങോട്ട് വാ നീ വരുന്നില്ലേ ഏട്ടാ മോനെടുക്ക്. അപ്പൊ തുടങ്ങല്ലേ? ഓക്കെ അല്ലേ? ബാഗൊക്കെ എടുത്തില്ലേ? ബിബിനെ ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ?
അങ്ങനെ ഞങ്ങൾ കാറിൽ കയറി യാത്ര അങ്ങോട്ട് തുടരാണ്. ഭയങ്കര ഹാപ്പി ആയിരുന്നു. ദേ അമ്മ അവിടെയും ഞാൻ എന്തൊക്കെയോ എക്സ്ട്രോളൊക്കെ കാണിക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷത്തോടു കൂടി യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഏറ്റവും വലിയ സന്തോഷം ഞങ്ങൾക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനെ ഞങ്ങൾക്ക് ഒരു സ്പോട്ട് കാണിക്കാൻ കൊണ്ടുപോകുന്നു എന്നൊരു സന്തോഷമാണ് ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പോകാൻ പോകുന്നൊരു സ്പോട്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമ്മൾ എവിടേക്കാണ് പോകാൻ പോകണമെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമ്മൾ വണ്ടി എടുത്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നിഖിലിനൊരു ഡൗട്ട് വന്നു. ഓ മൈ ഗോഡ്, നമ്മൾ പാലംകുപ്പി എടുത്തില്ലേ എന്നുള്ളൊരു ഡൗട്ട് വന്നു. അപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ ഉണ്ട്. അപ്പോൾ നിഖിലിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, ആളുടെ വണ്ടി എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. ഡ്രൈവ് ചെയ്യണതും ആ ചേട്ടൻ തന്നെയാണ്. നമുക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു ആ ചേട്ടൻ, പറയാതിരിക്കാൻ വയ്യ. പിന്നെ വെച്ചാൽ ഇത്രയും ലോങ് ഞങ്ങൾ പോണതല്ലേ, അപ്പം ഇത്രയും ലോങ് പോകുമ്പോൾ നമുക്ക് എന്താ പറയുക, റിലാക്സ് ആയിട്ട് ഇരിക്കാനും പറ്റണമെങ്കിൽ ഒരു ഡ്രൈവർ, ഒരാൾ ഓടിക്കാണ്ടെങ്കിൽ അത്ര ഹെൽപ്ഫുള്ളാണ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ യാത്ര തുടർന്നു. ഒരു സൈഡിലെത്തിയിട്ട് നമ്മൾ പെട്രോൾ പമ്പിൽ കയറിയപ്പോൾ ആ ചേട്ടൻ തന്നെയാണ് ഉണ്ണികളൊക്കെ എടുത്തു, എല്ലാ ഉണ്ണികളൊക്കെ എടുത്തു. ആ ചേട്ടനൊരു മോളുണ്ട്, ആൾ ഭയങ്കര എക്സ്പേർട്ടാണ്. അപ്പോൾ ആ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പമ്പിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ എന്താണ് കീത്തൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് ജ്യൂസ് അവിടെ നിന്ന് മേടിച്ചു. അതിങ്ങനെ കുടിക്കുകയാണ്. ഇങ്ങനെ എന്താ പറയുക, മനം പുരട്ടലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഛർദ്ദിക്കലൊക്കെ. അങ്ങനെ ഒരു സ്റ്റാർട്ടപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കുറേ നാളായല്ലോ ഇങ്ങനെ ലോങ് ട്രിപ്പൊക്കെ പോയിട്ട്. അപ്പോൾ പോണ വഴി കുറേ കാണാനുണ്ട്, കാണിക്കാനുണ്ട്. കുറേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. കുറേ വീഡിയോസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം എനിക്ക് തോന്നിയത് വേസ്റ്റാണ്, നിങ്ങൾക്ക് ബോറടിക്കും തോന്നും. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിരപ്പള്ളി വാഴശാലക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടേക്ക് പോകാനാണ് അച്ഛന് എപ്പോഴും പറയുന്നൊരു ആഗ്രഹം, അവിടേക്ക് പോകാനാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോഴാണ് സാധിച്ചു കൊടുക്കാൻ പറ്റിയത്. പോണ വഴിക്ക് ഇതേ ആസ് യൂഷ്വൽ നമ്മുടെ കീത്തൂര് ഛർദ്ദിക്കാൻ വന്നിട്ട് അവൾ വൊമിറ്റ് ചെയ്തില്ല, കുറച്ച് വെള്ളം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടാണ്. ഞാനിങ്ങനെ ക്യാമറയിൽ വീഡിയോ എടുക്കുന്നുണ്ട്. അവൾക്ക് നിഖിലപ്പുറത്തുനിന്ന് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും പെട്ടെന്ന് അടുത്ത കടയിൽ ചേച്ചിയുടെ കഴിഞ്ഞാൽ ഞങ്ങളപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഞങ്ങൾക്കൊരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. നമ്മുടെ അനന്തഭദ്രത്തിലത്തെ ഞങ്ങളൊരു കോസ്റ്റ്യൂമും കൂടെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നത് ഈ ഒരു സ്പോട്ടിലായിരുന്നു കേട്ടോ. അടിപൊളിയാണ്. പോണ വഴിക്കൊക്കെ നല്ലോണം ഉണ്ട് കാഴ്ചകൾ. അപ്പോൾ ഞങ്ങൾ നല്ല ഹോട്ടൽ നോക്കി ഞങ്ങൾ ഇവിടെ ഈ ഒരു ഹോട്ടൽ വൃന്ദാവൻ എന്നുള്ളൊരു ഹോട്ടലിലേക്കാണ് ഞങ്ങൾ എത്തിയത്. ഗായ്സ്, ചോറ് റെഡി. ഫസ്റ്റ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഉണ്ണികളൊക്കെ ഉള്ളതല്ലേ, നമുക്ക് കുറേ നടക്കേണ്ടതുമാണ്. അപ്പോൾ ആദ്യം ഭക്ഷണം കഴിച്ചിട്ട് അങ്ങോട്ട് പോവാം. പിന്നെ നമ്മൾ എത്രയും നേരത്തെ അല്ലല്ലോ ഇറങ്ങിയത്, ഒരു 10:30 സമയത്ത് അങ്ങാണ്ടാണ് നമ്മൾ ഇറങ്ങിയതെന്ന് തോന്നുന്നു. അപ്പോൾ കാശിക്കുട്ടനൊക്കെ ചെറിയൊരു ഇടച്ചിലൊക്കെ ഉണ്ട്. പിന്നെ എപ്പോഴത്തെയും പോലെ പിള്ളേർ ഇതേ ടേബിളിൻ്റെ മേലൊക്കെ കയറിയിരിക്കുകയാണ്. ഞാൻ എന്താ പറയുക, ഞങ്ങൾ 1-2 പ്രാവശ്യം പോയിട്ടുണ്ട് വാഴശാലയ്ക്ക്, അതിരപ്പള്ളിക്ക് പോയിട്ടുണ്ട്. അതൊന്നും ഓർമ്മയില്ല, പണ്ട് കുഞ്ഞിലെയാണ്. കീത്തു എപ്പോഴൊക്കെയോ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് ഫസ്റ്റ് ടൈം നമ്മൾ എന്താ പറയുക ചോറാണ് പറഞ്ഞത് കേട്ടോ. കറികളൊക്കെ നല്ല കറികളായിരുന്നു, നല്ല ടേസ്റ്റുള്ള കറികളായിരുന്നു. പിന്നെ നിഖിൽ അമ്മയും ബിരിയാണിയാണ് പറഞ്ഞത്. അവർ ബിരിയാണി കഴിച്ചു, ബാക്കി എല്ലാവരും ചോറ് കഴിച്ചു. നമുക്ക് എവിടെയാണെങ്കിലും ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ നമുക്ക് കുറച്ചധികം സമയം എടുക്കാറുണ്ട്. കാരണം ഞങ്ങളെങ്ങനെ കണ്ടൊക്കെ കഴിക്കും. പിള്ളേർക്ക് ഫുഡ് കൊടുത്തു വരുമ്പോൾ കുറച്ച് സമയം എടുക്കും. ഒരാൾക്കല്ലല്ലോ, 2 ആൾക്കല്ലല്ലോ, 3 ആൾക്കല്ലല്ലോ, 4 ആൾക്ക് നമ്മൾ ഫുഡ് കൊടുക്കണ്ടേ. അപ്പം പാറൊക്കെ ബിരിയാണി ആയതുകൊണ്ട് പാറൊക്കെ കഴിച്ചോളും, ഒറ്റയ്ക്കിരുന്ന് കഴിച്ചോളും. ബാക്കി 3 പേരെ നമ്മൾ ഊട്ടണ്ടേ. അപ്പോൾ നമുക്ക് ഇച്ചിരി സമയം കഴിക്കുന്നിടത്ത്, നമുക്ക് എവിടെയാണെങ്കിലും കഴിക്കുന്നിടത്ത് നമുക്ക് കുറച്ച് സമയം എന്തായാലും എടുക്കും. അപ്പോൾ എന്താണ്, അങ്ങനെ നമ്മൾ നല്ല റിലാക്സ് ആയിട്ടിരുന്ന ഭക്ഷണം കഴിക്കുകയാണ്. ഞങ്ങൾ വിചാരിച്ചത് നല്ല വെയിലായിരിക്കും, അങ്ങനത്തെ കുറേ എക്സ്പെക്റ്റേഷനിലാണ് നമ്മൾ കഴിക്കാനായിട്ട്, അതായത് പോകാനായിട്ട് പോണത് കേട്ടോ. അപ്പം കാശിര കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ചേട്ടൻ വന്നിട്ട് കാശിനെ എടുത്തുകൊണ്ട് പോയി. അവൻ സെറ്റ്, അവനല്ല 3 പിള്ളേർ ആ ചേട്ടനായിട്ട് സെറ്റായിട്ടാണ്. വയറ് നിറച്ച് പ്രമാദമാ സാപ്പിട്ടാച്ച് എപ്പിടി ഇരുന്നത് സദ്യ നന്നായിട്ട് കഴിച്ചു.
ഇത് ആൽപ്പലീവ്. നമ്മൾ ഫസ്റ്റ് എവിടേക്കാ പോണത്? നമ്മൾ ആദ്യം വാഴച്ചാലാണ് പോകുന്നത് അല്ലേ? അപ്പൊ ഇതെന്തായാലും അവിടെ എത്തിയിട്ട് കാണാൻ കഴിച്ചു. നല്ല നട്ടപ്പാറ വെയിലാണ്. എന്താ ഇങ്ങനെ പിള്ളേര് 3 പേര് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവര് ഭക്ഷണമൊന്നും അങ്ങനെ കഴിച്ചിട്ടൊന്നുമില്ല വയറിറച്ചിട്ട്. പക്ഷെ എണീറ്റ് നല്ല ഒക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇനി നല്ല ചൂടും ഇനി കാണാം. തിരക്കുണ്ടാവുക വെക്കേഷൻ നമ്മളെ പോലെ നട്ടപ്പരാന്നുള്ള ആൾക്കാര് പോണ വഴിക്ക് വേറൊരു വെള്ളച്ചാട്ടം ഞങ്ങൾ കണ്ടു. എവിടെയോ പൈപ്പ് പൊട്ടിയിട്ട് ശരിക്കും വെള്ളച്ചാട്ടം പോലെയായിരുന്നു, ഇങ്ങനെ തൂറ്റിനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറയും റീശയുടെ പോണ വഴിക്ക് ഈ റോഡൊക്കെ കാണോ ദൈവമേ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കാരണം അതുപോലെയാണ് പൈപ്പ് പൊട്ടി വെള്ളം വരുന്നുണ്ടായത്. പക്ഷെ തിരിച്ചു വരുമ്പോഴത്തേനും അതൊക്കെ സ്റ്റോപ്പായിട്ടോ. അപ്പോൾ തിരക്കുണ്ടാവില്ല എന്ന് വിചാരിച്ച് പോയപ്പോൾ പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, ഓ മൈ ഗോഡ്, എവിടെ തൊട്ടേ കാറുകളൊക്കെ പാർക്ക് ചെയ്ത് തുടങ്ങിയെന്നറിയാമോ. അപ്പോൾ ഈ ഒരു ടേണിങ്ങിൽ നമുക്ക് എന്താ പറയുക, വെള്ളച്ചാട്ടമൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് കാണാനൊക്കെ പറ്റും. പിന്നെ കുറേ പാറകളും മലകളും അങ്ങനെയൊക്കെയാണ് കേട്ടോ. വെള്ളച്ചാട്ടം ആ ഒരു വ്യൂ നമുക്ക് കിട്ടും. അവിടെ നിന്നാൽ ആ ഒരു വ്യൂ കിട്ടും നമുക്ക്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ആ സ്പോട്ടിലൊന്നും നിർത്തിയില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ ആദ്യം വാഴശാലയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് അതിരപ്പള്ളിക്ക് വരാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ആദ്യം പോണ വഴിക്ക് ഇത്രയ്ക്കും ബസ്സുകളും കാര്യങ്ങളും ഒക്കെ അവിടേക്കുള്ളതായിരുന്നു. പിന്നെ വെക്കേഷൻ ടൈമും ആണല്ലോ. പിന്നെ വഴികളൊന്നും പറയാണ്ടിരിക്കാൻ വയ്യ. നമുക്ക് കുറേ നേരം നിന്ന് കുറച്ച് നേരം കണ്ട് അങ്ങനെയൊക്കെ റിലാക്സായിട്ട് കപ്പിൾസൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ പൊളി വൈബായിരിക്കും മക്കളെ. അതായത് നമ്മൾ ബുള്ളറ്റിൽ പോവുക, അതായത് ബുള്ളറ്റിലൊക്കെ പോകണം. ബുള്ളറ്റിൽ നിന്നല്ല, ടൂ വീലറിന് പോവുക. ടൂ വീലറിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാറിൽ പോണേക്കാളൊക്കെ സുഖം നമുക്ക് ടൂ വീലറിൽ പോകുമ്പോൾ കിട്ടും. അതായത് നല്ല റിലാക്സായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്നൊരു സ്പോട്ടാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ആദ്യം വാഴശാലയ്ക്ക് വന്നു. വാഴശാലയ്ക്ക് വന്നിട്ട് നമ്മൾ എന്താണ് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. ഇനിയുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം ഗായ്സ്. അപ്പോൾ ഗായ്സ് ഫോൺ ചെറുതായിട്ടൊന്ന് വീടാണ് ഗൈസ്. നമ്മൾ ഇപ്പോൾ വാഴച്ചാലാണ് എത്തിയിട്ടുള്ളത്. നമുക്ക് നമ്മളെ വിളിക്കുന്ന വെച്ചാൽ അതിരപ്പള്ളി കഴിഞ്ഞിട്ടാണ് കേട്ടത്. അവിടെ ഏട്ടൻ ടിക്കറ്റ് എടുക്കുന്നുണ്ട്. ഏട്ടനപ്പോൾ അതുകൊണ്ട് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണ്. ഇവിടെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിരപ്പള്ളിയിലും കയറാൻ പറ്റും. സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല. പിന്നെ അച്ഛൻ പാറൂനും തൂക്കിപ്പിടിച്ചടക്കായിരുന്നു. ഫുൾ ടൈം അച്ഛൻ്റെ കയ്യിലായിരുന്നു പാറൂസ് ഉണ്ടായിരുന്നത്. ബാക്കി ഞങ്ങളിങ്ങനെ പിടിക്കും. അച്ഛൻ പാറൂന് ആ ഒരു കാര്യത്തിൽ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. നല്ല കളകളം ഒഴുകുന്ന വെള്ളത്തിൻ്റെ നാദം. അതെ, ചൂട് കുറവാണ്. നമ്മൾ വിചാരിച്ചത് ഭയങ്കര ചൂടായിരിക്കുന്ന വിചാരിച്ച്. മരങ്ങളും വെള്ളക്കെട്ടുമാണോ? മരങ്ങളും വെള്ളക്കെട്ടും വെള്ളച്ചാലുകൾ. എനിക്കത് പോണം. എനിക്ക് ഇങ്ങനെ കൂടെയുള്ളവരെ കൂടെ താമസിക്കാൻ പറ്റില്ല. അതെ, നല്ല രസമുണ്ട് ഗൈസ്. നല്ല സൗണ്ടാണ്, നല്ല ആംബിയൻസ് ആണ് ഗൈസ്. നമ്മളിപ്പോൾ ചെല്ലുമ്പോൾ ആക്ച്വലി ഇത് മലയാണോ? ആ മല. പക്ഷെ എൻ്റെ മനസ്സിലുള്ള മല എന്ന് പറയണത് മലയാടാ, കുന്ന് മല എന്ന് പറയണതേ ആൾറെഡി കാട് പോലത്തെ, അതായത് ഫുള്ള് കാടുകളുള്ള. പക്ഷെ പാറ കണ്ടില്ലേ? സൂപ്പർ. ഈ ഒരു വ്യൂ ഭയങ്കര അടിപൊളി വ്യൂ ആണ് കേട്ടോ. അതായത് നല്ല രസമാണ്. ഫോട്ടോസൊക്കെ എടുത്ത് അടിപൊളി ചില്ലായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ളൊരു വ്യൂ ആണിത്. ഞങ്ങളവിടെ കുറേ നേരം നിന്നതിന് ശേഷം നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റും. അങ്ങോട്ട് കയറാൻ പോവാണ്. അപ്പോൾ അമ്മയ്ക്ക് ഇച്ചിരി കാലിന് ബുദ്ധിമുട്ട് ഉള്ള സമയമാണ്. അപ്പം അമ്മേനെയും പിടിച്ച് അമ്മ പതുക്കെയാണ് പോണത്. അച്ഛൻ തൊട്ടേ അങ്ങേറ്റത്ത് എത്തിക്കാണു അച്ഛൻ കേട്ടോ. അച്ഛൻ വേഗം തന്നെ പോയി. നല്ലൊരു വ്യൂ ആണ് കാണാൻ.
ഇതിൻ്റെ ടോപ്പിലെത്തുമ്പോൾ ഇങ്ങനെയാണ്. പക്ഷെ നമുക്ക് വെള്ളം ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് നന്നായിട്ടുണ്ട്. അതായത് നല്ലോണം വെള്ളമൊരു സമയത്ത് നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്, നല്ല രസമായിരിക്കും. അതായത് ഇപ്പോൾ വെള്ളം കമ്പാരിറ്റീവ്ലി ഇവിടെ വെള്ളം നല്ലോണം കുറവാണ്. വെള്ളമുള്ള സമയത്ത് പൊളി വൈബായിരിക്കും. അപ്പം എന്താ പറയുക, അച്ഛനാണെങ്കിലും എല്ലാതും കണ്ടും എല്ലാതും നോക്കിയിട്ട് നടക്കുന്ന കേട്ടോ. ഞങ്ങളപ്പം കുറച്ച് കയറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിള്ളേരെ കൊണ്ട് യാതൊരു വിധ ശല്യവും ഉണ്ടായിരുന്നില്ല. അവന്മാരായാലും അവന്മാരുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ ഇത്. അവന്മാരും ഇങ്ങനെ അവർക്ക് വെള്ളം എന്ന് വെച്ചാൽ പ്രാന്താണ്, നമ്മൾ പിടിക്കുകയും വേണം. അപ്പോൾ അവിടെ കുറേ നേരം നിന്നു. ചൂടുണ്ടായിരുന്നു, വളരെ ശക്തിയുള്ള ചൂടല്ല, എന്നാലും ഞങ്ങൾക്ക് ദാഹമൊക്കെ വന്നിരുന്നു. അപ്പോൾ അവിടെ തന്നെ നമുക്ക് ഇങ്ങനെ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിത് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം വെള്ളം കുടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഉപ്പ് സോഡ അല്ലേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിന് നറുതീണ്ടി ഉപ്പ് സോഡ നിഖിലിന് ഉപ്പ് സോഡ ഞാൻ കാലിൽ കൂടി സാധനം പൂട്ടാ. ഞങ്ങളപ്പോൾ സർബത്ത് പറഞ്ഞു, ഉപ്പ് സോഡ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എല്ലാവർക്കും കുടിക്കാനായിട്ട് വന്നു. അപ്പോൾ കുറച്ച് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അവരിങ്ങനെ ചോദിക്കുന്നത് വാട്ട് ഈസ് സർബത്ത് അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അവരോട്. അവരൊന്നും കേട്ടിട്ട് കൂടിയില്ല ആ പേരുകളൊക്കെ. അപ്പോൾ ഞങ്ങൾക്കത് കണ്ടപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നിയിട്ടോ. അപ്പോൾ അതേ വെള്ളമൊക്കെ കുടിച്ച് പിള്ളേർക്കും ഞങ്ങൾ വെള്ളം കൊടുത്തായിരുന്നു. ഇച്ചിരി തണുത്ത വെള്ളം ചെല്ലട്ടെ എന്ന് വെച്ചിട്ട് അവർക്കും ഞങ്ങൾ ഇത്തിരി വെള്ളം കൊടുത്തായിരുന്നു. ആറുട്ടനൊരു ഫുൾ ഗ്ലാസ് ഉപ്പ് സോഡ വേണമെന്ന് പറഞ്ഞ ആൾ വരികയാണ്. കണ്ടോ, ഇവിടെയൊക്കെ നല്ല കുത്തൊഴുക്കുണ്ട്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, വെയിൽക്കാലത്ത് ഇങ്ങനെ, മഴക്കാലത്താണെങ്കിൽ ഇവിടെ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. അതുപോലെ നമ്മൾ ഫുള്ള് വെള്ളമായിരിക്കും. അതായത് ആ പാറക്കല്ലൊന്നും കാണാത്ത രീതിയിൽ ഫുൾ. എൻ്റെ ഓർമ്മയിലുള്ളൊരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അടുത്തൊന്നും നിൽക്കാൻ പറ്റില്ല. നമ്മുടെ മേത്തേക്കൊക്കെ ഇങ്ങനെ ചീതനടിച്ചിട്ട് ഒരു പുക മയ്യായിരിക്കും. അങ്ങനെയാണ്. പക്ഷെ അങ്ങനെയാണ് വൈബ്. കാണണമെങ്കിൽ അങ്ങനെയാണ് കാണേണ്ടത് കേട്ടോ. പിള്ളേരൊക്കെ അടിയിലേക്ക് ഓടിക്കളിക്കുകയാണ്, അതിന് വരുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു കൊച്ച് നമ്മളെ ചേട്ടൻ്റെ കൂടെ ഉണ്ടാവും, വണ്ടി ഓടിക്കുന്ന ചേട്ടൻ്റെ കൂടെ ഏതെങ്കിലും ഒരു കുട്ടി ഉണ്ടാവും. ഏട്ടൻ്റെ ഇങ്ങനെ കറക്കി പിടിച്ചൊക്കെ കളിക്കുകയാണ്. ഒരാളത് തോളത്തുണ്ട്. അപ്പം എന്താണ്, നമ്മൾ ഇനി പോണത് എവിടേക്കാന്ന് വെച്ചാൽ അതിരപ്പള്ളിക്കാണ് ഇനി പോണത്. ഇവിടെ കുറച്ച് നേരം നിന്ന്, ഇവിടെ ഒന്നും അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഗൈസ്. അതായത് ഇവിടെ ഞങ്ങൾ ഒരു 1-2 ഫാമിലീസിനെ മാത്രമേ ഞങ്ങൾ കണ്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാവരും എപ്പോഴും മനസ്സിലായത് എല്ലാവരും അതിരപ്പള്ളിയിലാണെന്നുള്ളത് പിന്നെയാണ് നമുക്ക് മനസ്സിലായത്. ഇനി ഞങ്ങൾ നേരെ വണ്ടി എടുത്ത് പോണത് എവിടേക്കാണ്, അതിരപ്പള്ളിക്കാണ്. ഞങ്ങൾ പിന്നെ പ്രത്യേകിച്ച് ഞങ്ങളുടെ മാത്രമായിട്ടുള്ള ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല ഗൈസ്. അതായത് നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ ഞങ്ങൾ മാക്സിമം ഞങ്ങൾ പോകുന്ന പ്ലേസ് ഫോട്ടോസൊക്കെ എടുത്ത് എന്താ പറയുക. പക്ഷേ അത് ഇപ്പം നമുക്ക് അങ്ങനെ പറ്റാറില്ല. അതായത് നമ്മൾ സിംഗിളായിട്ട് നിങ്ങൾ ഫോട്ടോ എടുക്കുക അതിനുള്ള സമയം കിട്ടാറില്ല. നമ്മുടെ എല്ലാവരുടെ കയ്യിലും പിള്ളേരല്ലേ, അങ്ങനെയുള്ളൊരു സമയം നമുക്ക് കിട്ടാറില്ല എന്നതാണ് വാസ്തവം. അപ്പോൾ നമ്മൾ അതിരപ്പള്ളി ചെന്നപ്പോൾ നമ്മൾ പാറുവിന് ഭയങ്കര വാശിയായിരുന്നു. മറ്റേ എന്താ പറയുക, സാധനത്തിൻ്റെ പേരെന്താണ്, മറ്റേ ബബിളുണ്ടല്ലോ, ബബിൾ ഉണ്ടാക്കുന്ന ഒരു സ്റ്റിക്ക് എടുക്കാനായിട്ട് ഭയങ്കര വാശിയായിരുന്നു. തിരിച്ച് വരുമ്പോൾ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് അവൾക്ക് കേക്ക് ഉണ്ടായില്ല. അവൾ അച്ചാച്ചൻ്റെ അച്ചാച്ചനോട് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അച്ചാച്ചൻ അത് അപ്പം സെറ്റായി കൊടുക്കും. പക്ഷെ ഞങ്ങൾ ആരും സമ്മതിച്ചില്ല കേട്ടോ. പിന്നെ ഈ ഒരു നിങ്ങൾ വിചാരിക്കേണ്ട കുട്ടി എന്താ ഡ്രസ്സ് ഇങ്ങനെ മാറി മാറി കളിക്കുകയാണോ എന്ന്. അതായത് എൻ്റെ എന്താ പറയുക, ഞാൻ 2-3 ഡ്രസ്സ് ഇവിടെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ ബേബി ക്രയോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ക്രയോൺസ് ബേബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. നല്ല ഡ്രസ്സുകളാണ്, നല്ല എന്താ പറയുക, നമുക്ക് ഈ ഒരു വേനൽക്കാലത്ത്, അതാണ് മെയിൻ, വേനൽക്കാലത്ത് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡ്രസ്സുകളാണ്. അപ്പോൾ ഞാനത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴും എൻ്റെ അമ്മയെ കുന്ന് കയറുന്ന പോലെ ഭയങ്കര വലിയ ഹൈറ്റിലാണുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടേക്ക് കയറുമ്പോൾ തന്നെ ഭയങ്കര ഒരു കാടിൻ്റെ ഉള്ളിലേക്ക് കയറിയൊരു എഫക്റ്റാണ് കേട്ടോ. നല്ലൊരു കൂളിംഗ് ഒക്കെ ആയിട്ട് നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ കയറുമ്പോൾ. പക്ഷേ ഇവിടേക്ക് നടന്ന് കയറിയതൊന്നും ഞങ്ങൾക്ക് വലിയ ഓർമ്മ ഒന്നുമില്ല. അമ്മയായാലും പതുക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാനായിട്ട് അത് കുട്ടികളെടുത്ത് നടക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. പറ്റില്ല, എന്ത് ചെയ്യാൻ, എവിടെയും താങ്ങായിട്ട് ഞാൻ തന്നെ വേണമെന്ന് വെച്ചാൽ എന്താ ചെയ്യാലേക്ക് പറ്റില്ല. എനിക്ക് ഇങ്ങനെയുള്ളൊരു കൂടെ ജീവിക്കാൻ പറ്റില്ല. ഞാൻ പോവേണ്ട വീട്ടില്ല, എനിക്ക് പറ്റില്ല. ആണോ ഇപ്പോഴാ പാകത്തിനെടുത്തത്? ഇച്ചിരി പുറത്താടി. കീത്തു കണ്ടോ, നൻപൻ ഉയരത്തിലേക്ക് നിങ്ങൾ നോക്കൂ,
ഇത് വലിയൊരു ഹൈറ്റുള്ളൊരു സ്ഥലമാണ്. പാറു പാറു യു ലുക്ക് സോ പ്രെറ്റി. പുള്ളിയോ കുഞ്ഞാ? ഇത് എന്തോ ചേർന്ന് വിളി കേട്ടില്ല. എന്താണ് കയ്യങ്കാലും തളരുന്നു. ആ ഓ ടിൻ ബേബീസ്. ഓ പക്ഷെ എൻ്റെ ക്യാമറ അത് പതിയുന്നില്ല. എവിടെ ദിസ് ഈസ് ദ മലയണ്ണായി. ഞങ്ങൾ തിരിച്ചു വരുന്ന ആൾക്കാരൊക്കെ ഫുള്ള് നനഞ്ഞ് കുതിർന്ന് ഒക്കെയാണ്. ഉണ്ണികൾക്കൊന്നും ഡ്രസ്സുകളൊന്നും ഇല്ല തിരിച്ചു വരുന്നവർക്ക്. അപ്പോൾ ഞങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല നമ്മൾ അവിടെ കയറിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇറങ്ങണം, വെള്ളത്തിലിറങ്ങും, അങ്ങനെ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ എക്സ്ട്രാ ഒരു ജോഡി ഡ്രസ്സ് എന്തായാലും എടുത്ത് വെക്കുമായിരുന്നു. പക്ഷെ ഞങ്ങൾ മക്കൾക്ക് നമ്മളെപ്പോഴും നമ്മളൊരു ജോഡി ഡ്രസ്സ് എക്സ്ട്രാ എടുത്ത് വെക്കണമല്ലോ, അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ കണ്ടപ്പോൾ തന്നെ, ഏട്ടൻ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളൊരു പ്ലേസ് ആയിരുന്നു അവിടെ. കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, ഈശ്വര വെള്ളം എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. അതായത് വരണ്ട് കിടക്കുകയാണ്. നമുക്കറിയാലോ ഈ ഒരു ചെറിയൊരു വീടുണ്ടല്ലോ, ഈ വീടൊക്കെ മുങ്ങിപ്പോവും. അല്ലെങ്കിൽ ഈ ഒരു വീട്ടിലൊക്കെ ഭയങ്കര നിറച്ച് വെള്ളമായിരിക്കും ഈ ഒരു സൈഡിലൊക്കെ. അത്രയും വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നൊരു പ്ലേസാണ്. ഇവിടെയൊക്കെ പോകാൻ മയ്യായിരിക്കും. നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ ഒന്നും നിൽക്കാൻ പറ്റില്ല. ഞങ്ങൾ അവിടേക്ക് ഇറങ്ങിയില്ല കേട്ടോ. കുഞ്ഞികളെയും കൊണ്ട് അത്ര സ്ലോപ്പ് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾക്ക് അവിടേക്ക് ഇറങ്ങാൻ പറ്റിയില്ല. അപ്പം ഞങ്ങളിത് തെറ്റത്ത് ഇങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അമ്മേനെ എങ്ങനെ ഇറക്കും എങ്ങനെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കാരണം അമ്മയ്ക്ക് സ്ലോപ്പ് ഇറങ്ങുന്നത് വലിയ സ്ട്രെയിനാണ്, കയറാൻ അതിനേക്കാൾ സ്ട്രെയിനാണ്. കീത്തു ആണെങ്കിൽ ഇങ്ങനെ പിടിച്ച് രണ്ടുപേരെയും പിടിച്ച് നടക്കുകയാണ്. കീത്തു ഒരു പേടിത്തൊണ്ടിയാണ് കഴിച്ചത്. അതായത് അവൾക്ക് ഭയങ്കര പേടിയാണ് ഇങ്ങനത്തെ കുറേ കല്ലുമ്മ കയറുക, വെള്ളത്തിലിറങ്ങാന്നൊക്കെ പറയണത്. ഞങ്ങൾ കുറേ പുഷ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുക. അച്ചാച്ചനും മോളും അങ്ങേയറ്റത്ത് ഓടി കളിക്കുകയാണ്. എനിക്കാണെങ്കിൽ കണ്ടിട്ട് പേടിയായിട്ടും പാടില്ല. പാറക്കല്ലൊക്കെ അല്ലേ മഞ്ഞിലാണ് ഓർമ്മ വരുന്നത്. ആഴങ്ങളിലേക്ക് ഞങ്ങൾക്ക് താങ്ങായി തടലായി. അതൊക്കെ നോക്കി നടക്കണം കേട്ടോ. ഓക്കെ കാല് നനയ്ക്കാലോ. വെള്ളം ഭയങ്കര കുറവാണ്, ഒട്ടും വെള്ളമില്ല ഗൈസ്. നനയ്ക്കാം. നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ സ്ലോപ്പ്, അതായത് ഇങ്ങനെ കല്ലുമ്മലൊക്കെ കയറിയിട്ട് വേണം എത്താൻ. നമ്മുടെ കയ്യിലാണെങ്കിൽ പിള്ളേർ. പക്ഷേ എനിക്കൊന്നൊട്ടും ഒരു പേടിയില്ല കേട്ടോ. അതായത് ഞാനതിലൊക്കെ കയറാൻ എനിക്കിഷ്ടമാണ്. ഞങ്ങളപ്പോൾ ഇത് ബാഗുകളൊക്കെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിയിട്ടിട്ട് ഞങ്ങൾ പോവാണ് അപ്പുറത്തേക്ക്. എടുത്തുണ്ട് തുടങ്ങെങ്കിലേ ഇവിടെ ക്യാമറ ഉണ്ടാവോ? അല്ല, സംശയമാണ്. ഈ വെള്ളത്തിൽ കൂടെ നമ്മൾ അപ്പുറത്തേക്ക് എത്തണം. അതിന് വേണ്ടിയിട്ട് പിടിച്ചാണ് പോണത്. അയ്യോ, ഞാനപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്നെ കൊണ്ടുവരാനായിട്ടേട്ടാ വരാമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കീത്തു ഭയങ്കര വെയിറ്റ് ആയിരുന്നു. വാനും കോമഡി ആയിരുന്നു കീത്തു. കീത്തു ഒച്ചയും വിളിക്കായിരുന്നു. എല്ലാവരും ഇങ്ങനെ നോക്കിയൊക്കെ നിൽക്കായിരുന്നു. എന്താ ഇത്? ഏട്ടാ പൊന്നൂസ് അവനവിടെ ആക്കിയിട്ട് എൻ്റെ അടുത്തേക്ക് വരുമോ? വളരെ സാഹസികമായിട്ടുള്ള പ്രകടനങ്ങളാണ് നിങ്ങൾ കാണുന്നത്. കീത്തു ആണെങ്കിൽ പേടിത്തൊണ്ടിയാണ്, ഭയങ്കര പേടിയാണ് കീത്തു ഇങ്ങനെയൊക്കെ.
ഗൈസ് ഇതിന്റെ ഉള്ളിൽ നിറയെ മീനുണ്ട്. You see that? ബാ ദീപന്നു കേറില്ലേ? നന്നായിട്ടുണ്ട്, വളരെയധികം നന്നായിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒട്ടും വെള്ളമില്ലേ ഗൈസ്? വെള്ളം വളരെ കുറവാണ്. അവിടെ പാറൂസ് ഫുള്ള് ജഡ്ഡി മാത്രം ഇട്ട് കുളിച്ചോണ്ടിരിക്കുക. അപ്പൊ പാറു കാണിക്കാൻ പറ്റില്ല. അവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ ചെയ്തോണ്ടിരിക്കുകയാണ്. അവിടെ കുളിക്കായിരുന്നു. പക്ഷെ അവിടെ അമ്മയുടെയിലാണോ? അപ്പോൾ ഞങ്ങളിതേ കയറാൻ വേണ്ടി പോകണം. ആ ചേട്ടൻ്റെ അപ്പുറത്തു കൂടെ വെള്ളത്തിൽ ഇറങ്ങിയില്ല കേട്ടോ, ചുറ്റി വരികയാണ് ചെയ്തത്. ഞാൻ ആകെ നനഞ്ഞു കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് കുറേ വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റില്ല, കാരണം എല്ലാവരും ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്യൂ ആയാലോ, അതുകൊണ്ട് നമ്മൾ അങ്ങനെ ആയിട്ടുള്ള ഹോളായിട്ട് കാണിക്കണില്ല, എല്ലാവരും നിന്ന് കുളിക്കുകയാണ്. ഞങ്ങൾ കുറച്ച് നേരം ഇതേ വെള്ളത്തിൽ കാലിട്ടിട്ട് ഇങ്ങനെ ഇരുന്നു. പിള്ളേർ ഞങ്ങൾ വെള്ളത്തിൽ ഇറക്കിയിട്ടാണ് അവർ ഇങ്ങനെ എൻജോയ് ചെയ്തിട്ട്, കാരണം ഒട്ടും വെള്ളമില്ല, തുള്ളി വെള്ളം എന്ന് പറയുന്ന സാധനമില്ല. അച്ഛനും എല്ലാവരും കയ്യിലിരുത്ത് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ നമ്മുടെ നിഖിലിൻ്റെ മാരകമായ ബോഡി ഷോ ആയിരുന്നു. അവരവിടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. ആദ്യം അയിനൂനെയും കൊണ്ടുപോയി കുറേ വെള്ളത്തിലിരുന്നു. പിന്നെ നമ്മുടെ പാറുവിനെയും കൊണ്ട് ആ അറ്റത്ത് കാണുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് എത്തിയവൻ. പിന്നെ നമുക്ക് അവിടെ ഒന്നും കാണിക്കാൻ പറ്റില്ല, കാരണം ഒരുപാട് പേരിങ്ങനെ ഉണ്ട്. ഒരുപാട് പേരിങ്ങനെ കുളിക്കുകയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോപ്പൊക്കെ തേച്ച് പാത്തപ്പിച്ച് ഭയങ്കര കുളിയാണ് അപ്പുറത്തെല്ലാവരും. ആദ്യം അയിനെയും കൊണ്ടുപോയി നിഖിൽ എല്ലായിടത്തും കൊണ്ടുപോയി. പിന്നെ എന്താ പറയുക, പാറുവിനായിട്ട് അങ്ങേറ്റത്തായിരുന്നു ഫുൾ ടൈം. ഇവിടെ ഏട്ടൻ ഇങ്ങനെ പിള്ളേരെയും പിടിച്ചിങ്ങനെ ഞങ്ങൾക്കാണെങ്കിൽ വിഷമമായിട്ടും പാടില്ല, ഞങ്ങൾക്ക് വെള്ളത്തേക്ക് ഇറങ്ങാനും കൊതി. ഇവിടെ ചേട്ടൻ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്, വളരെ ആത്മാർത്ഥമായിട്ട് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങൾ ഇങ്ങനെ കളിക്കുന്നത് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോഴുണ്ടടാ ആകാശത്തിൻ്റെ ഗതിയൊക്കെ അങ്ങോട്ട് മാറി തുടങ്ങി. അതായത് മഴക്കാരൊക്കെ ആയി. അങ്ങേയറ്റത്ത് ഈ അച്ഛനും അമ്മയും പ്രണയസല്ലാപം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ അവിടെ ഒറ്റയ്ക്ക് കാരണം അച്ഛൻ അങ്ങോട്ട് പോയിട്ടോ. അമ്മ ഇറങ്ങാൻ നിന്നില്ല, കാലിന് വയ്യാത്തതുകൊണ്ട്. അച്ഛൻ അവിടെ പോയി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരിവിടെ ഭയങ്കര ചില്ലടിച്ചിട്ട് എല്ലാവരും നിൽക്കുകയാണ്. പാറും നിഖിലും തോണ്ട അങ്ങേറ്റേ അറ്റത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ നല്ല രസമായിട്ട് അവർ കളിക്കുകയാണ്. പക്ഷെ അവർക്ക് വീഡിയോ എടുക്കാൻ പറ്റൂല ഗൈസ്, അതുകൊണ്ടാണ് അവരെ എടിക്കൊണ്ടോ നോക്കിയേ. ഇവിടെ വെല്ലിശ്ശനും മോനെ പട്ടിഷോ കാണിച്ചത്. നീ ഫസ്റ്റ് ടൈം ആണോ? ഫസ്റ്റ് ടൈം അല്ല, വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെ എൻജോയ് ചെയ്യാൻ ആദ്യമായിട്ടല്ലേ നമ്മൾ ഇങ്ങനത്തെ സംഭവങ്ങളിലൊന്നും പോവാറില്ല. ഭയങ്കര എന്താ പറയാ, അധികം ഇത്ര എൻജോയ് ചെയ്യാൻ പറ്റുന്ന അതങ്ങനെ വെള്ളത്തേക്ക് ഇറങ്ങാറില്ല. സാരം മിക്കവാറും നമ്മൾ പോകുമ്പോ അമ്മയ്ക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഭയങ്കര പേടിയല്ലേ. ഇപ്പൊ അങ്ങേയറ്റത്താണ് അച്ഛനമ്മ ഇരിക്കുന്നത്. അമ്മയ്ക്ക് ഇങ്ങനെ ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് അമ്മ അവിടെ ഇരിക്കുകയാണ്. അപ്പം നിഖിലും ഗീത്തും ആണ്. ഏട്ടാ നിഖിലും ഞാൻ പറഞ്ഞു കണ്ട എവിടെയാന്ന്? എവിടെ? അങ്ങേയറ്റത്തിരിക്കുകയാണ് അവര്. നീ സ്പാക്ക് വേണ്ടിയിരിക്കണോ? എന്തായാലും പറയാ വേണ്ട മീനുകളെ കൊത്തൊന്നും ചെയ്യല്ലേ, നിങ്ങൾ ചത്തു പോകും. ഗൈസ് ഇവിടെ പിള്ളേര് ഭയങ്കര എൻജോയ്മെന്റ് ആണ്. ഞങ്ങൾക്ക് ഡ്രസ്സ് വേറെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് കുളിക്കാറ്. നിഖിലാണെങ്കിൽ പട്ടിഷോ, വെറും പട്ടിഷോ ആണ് നിഖില്. ഓ ദേ കുന്നിന്റെ മണ്ടയിലിരുന്ന്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ ആകാശത്തിൻ്റെ ഗതിയൊക്കെ ഇങ്ങനെ മാറി തുടങ്ങി. എന്താ പറയുക, ഭയങ്കരമായിട്ട് ഇരുട്ട് കുത്തി. ഭയങ്കര തണവാണ് കേട്ടോ അവിടെ, ഭയങ്കര തണവാണ്.
മഴയൊക്കെ ഇങ്ങനെ ചാറി ചാറി തുടങ്ങി. എന്താ ചെയ്യുക, നമുക്ക് എവിടെയും കയറി നിൽക്കാൻ പറ്റില്ല. നമുക്ക് അങ്ങേ അറ്റത്തെത്തണമെങ്കിൽ കുറേ കുഴിയും കുറേ ആഴൊക്കെ ഉണ്ട് വെള്ളത്തിൻ്റെ. അത് കടന്നിട്ട് വേണം നമ്മൾ അപ്പുറത്തേക്ക് എത്താൻ. പാറു തുടങ്ങി തണുത്ത് ഫ്രീസ് വിറയ്ക്കാണ് പാറു ഇങ്ങനെ വെറുതെ ഇന്നർ മാത്രമേ കുളിച്ചിരുന്നത്. പാറുവിന് ഏട്ടൻ്റെ ഷർട്ട് മുണ്ടൊക്കെ എടുത്ത് പുതപ്പിച്ചു, പിള്ളേരൊക്കെ പുതപ്പിച്ചു. ആകാശത്തിൻ്റെ വൈബൊക്കെ ഇങ്ങോട്ട് മാറി. പക്ഷെ നല്ല രസമാണ്, നല്ലൊരു സീനറിയാണ് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഓടി ഒരു മരത്തിൻ്റെ ചുവട്ടിലാണ് ഇരുന്നത്. അവിടെ നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായത്, ഒരു കുരങ്ങൻ വന്നിട്ട് അതിനും അല്ലും പാൽ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കുരങ്ങൻ വന്നിട്ട് ഭയങ്കരമായിട്ട് അവരൊക്കെ തട്ടിപ്പറിക്കാൻ നോക്കി, അതായത് പാലും കുപ്പി തട്ടിപ്പറിക്കാൻ നോക്കി, ഭയങ്കര എന്താ പറയുക ഫ്ലാസ്ക് തട്ടിപ്പറിക്കാൻ നോക്കി. ഈ ഒരു സൈഡിൽ നിന്നിട്ടാട്ടോ, ഞങ്ങളിവിടെ നിൽക്കുന്ന ഒരു സ്പോട്ടിൽ നിന്നിട്ടാണ് ഈ കുരങ്ങൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അയിനുവിൻ്റെ പാലും കുപ്പി എടുത്തിട്ട് ഓടിയിട്ട് പാല് കുടിച്ചിട്ട് നമ്മുടെ മുന്നിൽ കിട്ടുന്നു. ഞാനും ഏട്ടനപ്പത്തിനും പോയായിരുന്നു കേട്ടോ. അയിനൂസ് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുമ്പോൾ പാല് കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു നമ്മൾ. അപ്പോൾ ഇവിടെ മനുഷ്യന്മാരല്ല സൂക്ഷിക്കേണ്ടത്, കുരങ്ങന്മാരെയാണ് നമ്മൾ ശരിക്കും സൂക്ഷിക്കേണ്ടത്. ഓർക്കം വരുന്നുണ്ടോ അതിന്? ഇതൊക്കെ ഞങ്ങളുടെ ചെരുപ്പുകളാണ് കേട്ടോ. എല്ലാവരും ചെരുപ്പും വാരി കൂട്ടിയൊക്കെ ഇട്ടിരിക്കുകയാണ്. എല്ലാം നനഞ്ഞു, ബാഗ് കംപ്ലീറ്റ് സ്ഥലത്ത്. പാല് കലക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. പിള്ളേരുടെ അടുത്ത് നിന്ന് ഇങ്ങനെ തട്ടിപ്പറിച്ച് കൊണ്ടുപോയത് കണ്ടു. ഇവിടെയൊക്കെ ഇങ്ങനെ കാടുകൾ പോലെയാണ്. ഇതിൻ്റെ മേലിലൊക്കെ ഇങ്ങനെ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങളപ്പോൾ ഇതേ മേലേക്ക് കയറുകയാണ്. പാറൂസിന് ഡ്രസ്സൊക്കെ ഇടിച്ചു. ഞങ്ങളിതേ മേലേക്ക് കയറി. കാശ് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ അവന് ഫീഡ് ചെയ്യാനായിട്ട് അവിടെ ഫീഡിങ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സ്പോട്ടിലേക്ക് പോയി. ഈ സമയത്താണ് അവിടെ കുരങ്ങൻ്റെ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞങ്ങളെത്തിയപ്പോൾ ഇവരിവിടെ മഴ കാരണം ഒരു കടയുടെ സൈഡിൽ ഇത് കുരങ്ങനൊക്കെ പോകുന്നുണ്ട്, കടയുടെ സൈഡിൽ ഇരിക്കുകയാണ്. നമുക്കാണ് കുരങ്ങ് എന്ന് പറയുമ്പോൾ ഇത്രയും ഒരു കുരങ്ങൻ അങ്ങനെ ഒരു സംഭവം. അവിടെ ഉള്ളവർക്കൊക്കെ അത് ശീലമായിരിക്കും, അല്ലെങ്കിൽ നമുക്കൊക്കെ റയറായിട്ട് കാണുന്ന ഒരു സംഭവമല്ലേ കുരങ്ങെന്ന് പറയണത്. ഇവിടുത്തെ ഫീഡ് റൂം ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഇഷ്ടപ്പെട്ടു. പക്ഷേ ഫീഡ് റൂം മാത്രം എനിക്കൊരു കംഫർട്ടായിട്ട് തോന്നിയില്ല കേട്ടോ. ഇവിടെയൊക്കെ വല്ല പാമ്പും മലമ്പാമ്പും ചരപ്പാമ്പൊക്കെ വന്ന് കിടന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യനറിയില്ല. ഈ ഒരു സാധനം മാത്രം എനിക്കൊരു സുഖമില്ലായ്മ തോന്നി. ഇവിടുത്തെ ആരും ഉണ്ടായില്ല, ഒരു പേടിയായിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ നമ്മളിതേ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മഴ പെയ്യുന്നുണ്ടായിരുന്നു. കാറിൽ കയറിയിട്ട് നമ്മൾ പോവാണ്. നമ്മൾ പോണ വഴിക്ക് മറ്റേ എന്താ പറയുക വലിയൊരു വ്യൂ കിട്ടുമെന്ന് പറഞ്ഞൊരു ടേണിങ് ഉണ്ടല്ലോ, അവിടെ നിർത്തി ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചത്. പക്ഷെ മഴ ആയതുകൊണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല. നമ്മളെല്ലാവരും ശരിക്കും ടയേർഡായി, ശരിക്കും നനച്ച് കുളിച്ച് നനഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയിട്ടും ഇത്രയധികം എൻജോയ് ചെയ്തിട്ടില്ല. മനസ്സ് ഭയങ്കര റിലാക്സ്. ഇത്രയും പിള്ളേരെയും വാരിക്കൂട്ടി കൊണ്ടുപോയി. ഞങ്ങൾ ഭയങ്കര കംഫർട്ടായി, ഭയങ്കര റിലാക്സ് ആയിട്ടാണ് കേട്ടോ നമ്മൾ പോയത്. യാതൊരുവിധ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായില്ല. ചാച്ചനായിട്ട് വെള്ളത്തില് അതെ എന്താണ്. പക്ഷെ നമുക്ക് ഇവരായിട്ടുള്ള രസമുള്ള ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റില്ല. ചവള് ഇന്നർ മാത്രം. പിന്നെ വീശ വരുമോ? എങ്ങനെയുണ്ടായിരുന്നു? ഒഴുകി പോണോണ്ടല്ലോ ഞാൻ വെള്ളത്തിൽ ഇങ്ങനെ ചാച്ചിന്റെ മേത്ത് ചാച്ചിലും പാറിങ്ങനെ ഒഴുകി പോണു. വീട് വന്നെന്തെങ്കിലും അവിടെ പൊളിച്ചല്ലേ? അപ്പോൾ അതേ പോണ വഴിക്ക് നമുക്ക് ചായ കുടിക്കണമെന്ന് ഭയങ്കര തണവൊക്കെയല്ലേ, ഭയങ്കര വൈബല്ലേ ചായ കുടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഉമ്മാര് തട്ടുകട എന്ന് പറഞ്ഞൊരു കട കണ്ടു. നമ്മളിവിടെ ചോദിച്ചു ചായക്കടി ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഭയങ്കര നല്ലൊരു റെസ്പോൺസ് ആയിരുന്നു. മക്കളെ വായോ, ചായയുണ്ട്, ഇഷ്ടംപോലെ കടിയുണ്ട്. ഓക്കെ എന്നാൽ പിന്നെ ചെല്ലാന്ന് വെച്ചിട്ട് നമ്മളിതേ ചായക്കടയ്ക്ക് ചെല്ലാണ് കേട്ടോ. ചായ ഒക്കെ കുടിച്ചു. സൂപ്പർ വൈബിലാണ് ഉമ്മാന്റെ തട്ടുകട. പിള്ളേരെ കൊണ്ടോട്ട് നിങ്ങളെ പെട്ടെന്ന് നിന്റെ ഫോൺ കൊണ്ടുപോയി കൊരങ്ങ. നീ എന്ത് ചെയ്യൂടാ? അപ്പോൾ എല്ലാവിധ കടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മനോട് ചോദിച്ചപ്പോൾ ഉമ്മ ചായ ഉണ്ടാക്കാൻ പോകണം. പരിപ്പുവട, പിന്നെ പഴംപൊരി, അങ്ങനത്തെ സകലമാന സാധനങ്ങളും, പിന്നെ ഇവിടെ ബീഫ് കാര്യങ്ങളൊക്കെ ഇല്ലേ, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ കുറേ പിന്നെ ഇവിടെ ആനശല്യമൊക്കെ ഉണ്ടെന്നാണ് കേട്ടോ അവർ പറയണത്. ഉമ്മ നല്ലൊരു ഉമ്മയായിരുന്നു, ഭയങ്കര ആക്റ്റീവായിട്ടുള്ളൊരു ഉമ്മയായിരുന്നു. ഞാൻ പക്ഷേ കാറിൽ കയറിയിരുന്നു, കടയിലേക്കൊന്നും അങ്ങോട്ട് കയറിയില്ല. ഞാൻ കാറിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അവരൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങി ഇങ്ങനെ ഇരിക്കണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ അതേ ഞാൻ പാൽച്ചായയും അതേപോലെ തന്നെ പഴംപൊരിയാണ് പറഞ്ഞത്. ഞങ്ങളപ്പോൾ അച്ഛനോട് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞൊരു കാര്യം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ ഒരു സങ്കല്പത്തിലുള്ളൊരു അതിരപ്പള്ളി എന്ന് പറയുന്നത് ഇങ്ങനെയല്ല. അതായത് കുറേ പൂന്തോട്ടങ്ങളും കുറേ ചെടികളും കുറേ മരങ്ങളും പൂവ് കുറേ ആയിട്ട് അവിടെ ഒരു വെള്ളച്ചാട്ടം, അത് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന വെള്ളച്ചാട്ടം, ശക്തമായിട്ടുള്ള വെള്ളച്ചാട്ടം, അതായിരുന്നു അച്ഛൻ്റെ ഒരു കാഴ്ചപ്പാടിലുള്ളൊരു അതിരപ്പള്ളി എന്ന് പറയുന്നത്. അത് നേരെ തിരിഞ്ഞിട്ടാണെന്നാണ് അച്ഛൻ പറഞ്ഞത് കേട്ടോ. അച്ഛൻ്റെ ഒരു സങ്കല്പം പോലെയല്ല, പക്ഷേ അച്ഛൻ ഭയങ്കര ഹാപ്പിയാണ്. അച്ഛൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം സാധിച്ചല്ലോ എന്നുള്ളൊരു ഭയങ്കര ഒരു ഹാപ്പി ഉണ്ടായിരുന്നു അച്ഛൻ കേട്ടോ. ഈ ഒരു വെള്ളച്ചാട്ടമാണെങ്കിലും ആളൊട്ടും കണ്ടിട്ടില്ല, അതിനെപ്പറ്റി കേട്ടിട്ടില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ കുറേ ഒരു വലിയൊരു ഗാർഡൻ്റെ നടുവിലുള്ളൊരു വെള്ളച്ചാട്ടം, അങ്ങനെയായിരുന്നു അച്ഛൻ്റെ കോൺസെപ്റ്റിലുള്ളൊരു അതിരപ്പള്ളി വാഴശാല എന്ന് പറയണത്. വാഴശാലല്ല ഗൈസ്, വാഴച്ചാൽ. പാൽച്ചായയും പഴംപൊരിയും റൊട്ടി ബോണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചപ്പോഴത് അച്ഛൻ, എൻ്റെ പൊന്നച്ഛൻ എനിക്ക് ലേസ് മേടിച്ചിരുന്നു. ഏട്ടൻ എനിക്ക് ലേസ് വാങ്ങിച്ചിട്ടില്ല, പക്ഷെ അച്ഛനോട് പറഞ്ഞു അച്ഛനത് വാങ്ങിച്ചു തരും. അപ്പം അച്ഛൻ ലേസൊക്കെ മേടിച്ചു തന്നു. നമ്മളങ്ങനെ പോവാണ് കേട്ടോ ഞങ്ങൾ. പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഭയങ്കര ടയേർഡായി, പിള്ളേരൊക്കെ ഉറങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മക്കൾ ഒരു വാശിയുണ്ടായില്ല, നല്ല മക്കളായിട്ട് ഇരുന്നു. ഞങ്ങൾക്ക് എന്താ പറയുക, അവരെ കൊണ്ട് ഒരു ശല്യം ഒരു കാര്യമുണ്ട്, എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് യാത്ര ഭയങ്കര സൂപ്പറായിരുന്നു. വേഗം തന്നെ വീടെത്തി, ഒരു 8:30 ആയപ്പോഴത്തേനും വീടെത്തി. നമ്മുടെ ഡ്രൈവ് ചെയ്യാൻ വന്ന ചേട്ടനാണെങ്കിലും നമുക്ക് അത്രയും ഹെൽപ്ഫുള്ളായിരുന്നു. ആരും അങ്ങനെ ചെയ്യില്ല, നമ്മളെ കൂടെ നിന്ന്. പിന്നെ നിഖിലിൻ്റെ നല്ല ഫ്രണ്ടും കൂടിയാണ്, നമ്മളെ കൂടെ നിന്ന് നമ്മുടെ എല്ലാ കാര്യവും ചെയ്തെന്ന് ഉണ്ണികളെടുത്ത് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ചേട്ടനായിരുന്നു കേട്ടോ. അതുകൊണ്ടൊക്കെ കൂടെ നമ്മുടെ ട്രിപ്പ് സൂപ്പറായിരുന്നു. ഇവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി നമ്മൾ അടിപൊളിയായിട്ട് ആഘോഷിച്ചു. ഭയങ്കര സന്തോഷം. എന്താ പറയുക, ഇനിയും നമ്മൾ അടിപൊളിയായിട്ടുള്ള ട്രിപ്പുകൾ ഇനിയും ചെയ്യും. അപ്പോൾ പാറൂസിനോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീടെത്തിക്കഴിഞ്ഞിട്ട് ബബിൾസ് വീർപ്പിക്കാന്നുള്ളത്. അപ്പോൾ അതേ പാറുട്ടൻ അതിൻ്റെ ഒരു ഏർപ്പാടിലാണ്, വന്ന പാടെ തന്നെ ചെയ്യുന്നത്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ, ഇങ്ങനെ വീശുമ്പോൾ തന്നെ ഇങ്ങനെ വരുന്ന ബബിൾസ് ഉണ്ടല്ലോ, അങ്ങനത്തെ കുറേ സാധനം വാങ്ങിക്കാൻ പറ്റിയില്ല. മഴ അച്ഛനോടും അമ്മയോടും ചോദിക്കാട്ടോ അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ട്രിപ്പ്. എപ്പിടി ഇരുന്നത്? സുഖമായിട്ട് എൻ്റെ ഈ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ആരോടും പറഞ്ഞു വിശ്വസിക്കില്ല, എന്നാലും ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ അതിനെപ്പറ്റി വാഴച്ചാൽ അച്ഛൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് ഈ ദിവസം തന്നെയായത്. നമ്മളെ വാഴവാസിയിൽ തന്നെ ഞങ്ങൾ ആരറിഞ്ഞില്ലെങ്കിൽ തന്നെ നിങ്ങളതിനെ എടുത്തില്ലായിരുന്നു. സന്തോഷം, വളരെയധികം സന്തോഷം. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? അമ്മയ്ക്ക് പോകാൻ പറ്റില്ല, അത് ഭയങ്കര വലിയ സ്ലോപ്പായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് ഇറങ്ങാൻ പറ്റില്ലാത്ത കാരണം 39ാമത്തെ വിവാഹ വാർഷികല്ലേ, നമുക്കിത് നമ്മുടെ 89ാമത്തെ വിവാഹ വാർഷികം നമുക്ക് ദുബായിലേക്ക് പോവാം. നമുക്ക് ആ സമയത്ത് നമുക്ക് പ്ലെയിൻ കയറാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ. 89 ആവണ്ട. അപ്പോൾ ഗൈസ്, പിള്ളേരൊക്കെ വന്നതിന് ശേഷം ഒരു ട്രിപ്പിൻ്റെ വീഡിയോ നമ്മൾ ആദ്യമായിട്ടാണ് ഇടുന്നത്. പ്ലസ് നമുക്ക് ഇങ്ങനെ ഒരു വെഡിങ് ആനിവേഴ്സറി ഡേ തന്നെ അങ്ങനെ ഒരു ട്രിപ്പ് പോകാൻ പറ്റിയത് ഭയങ്കര ഹാപ്പി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടമായി നോക്കുന്നു. ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് നമുക്ക് ഭയങ്കര വാല്യൂബിളാണ്, കമൻറ്റ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോ വരുന്നേക്ക് ബൈ.